നമ്മൾ വീണ്ടും നേരത്തെ പരാമർശിച്ച ആ ഭരതന്നൂരിൽ അംബേദ്കർ പ്രതിമയ്ക്ക് അവഹേളനമുണ്ടായി ആ വാർത്തയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. അവിടെ ഇപ്പോൾ വാമനപുരം MLA DK മുരളി ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം വാക്കുപാലിക്കുന്നു. വേഗം തന്നെ സ്ഥലത്തെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, MLA അവിടെ എത്തിയോ? സൈത്ത് MLA DK മുരളി ഇവിടെ ഉണ്ട്. അദ്ദേഹം നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടത് പിന്നാലെ സൈത്തിനോട് തന്നെയാണ് ഇവിടെ എത്തുമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ നാട്ടുകാരുമൊക്കെ അദ്ദേഹം സംസാരിച്ചു. MLA എന്താണ് ശരിക്കും ഇതിൽ? കാരണം 10 വർഷമായിട്ട് അങ്ങ് ഇവിടുത്തെ MLA ആണ്. സ്വാഭാവികമായിട്ട് പലതവണ ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ടാകും. ഇത്തിരി ഒരു കാര്യം ശ്രദ്ധയപ്പെട്ടില്ലായിരുന്നു. അല്ലേ, ശ്രദ്ധയപ്പെടാത്തതല്ല. ഇതിൽ പെട്ടെന്നാണല്ലോ ചാനലിലെ ലൈവ് ചർച്ചയിൽ പ്രതികരണം ചോദിച്ചത്. ഇത് 2000 അന്ന് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ എല്ലാം നേതൃത്വത്തിൽ, ആ പഞ്ചായത്ത് മെമ്പറുടെ പേരാണ് വിമല ഉണ്ണി, നേതൃത്വത്തിൽ ഒരു നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റിയെല്ലാം രൂപീകരിച്ച്, അംബേദ്കറുടെ ഒരു പ്രതിമാ നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ച് അവരുടെ നേതൃത്വത്തിൽ കളക്ഷനെല്ലാം നടത്തിയാണ് ഇതിൻ്റെ തുടങ്ങിയത്. ഈ പറയുന്ന പോലെ 2000 എന്ന് പറയുമ്പോൾ തന്നെ 2009 17 വർഷമായി. അതിനുശേഷം വന്ന തർക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം കൊണ്ടുവന്ന പ്രതിമ തന്നെ ഡോക്ടർ അംബേദ്കറുമായിട്ട് സാമ്യമില്ല. അങ്ങനെ ഇവിടെ സ്ഥാപിക്കാൻ കഴിയാതെ വന്നു. രണ്ടാമത് വീണ്ടും തല മാത്രം മാറ്റി ചെയ്യാമെന്നോ, അതാണ് ഇവിടെ ഇരിക്കുന്നത്. ആ തലയും ഈ പറയുന്നത് പോലെ അംബേദ്കറുമായിട്ട് സാമ്യമില്ലാത്തതുകൊണ്ട് അന്നും അത് സ്ഥാപിക്കാൻ നടന്നില്ല. തർക്കമെല്ലാമായി അത് മുടങ്ങിപ്പോയി. അന്ന് മന്ത്രിയെല്ലാം വിളിച്ചാണ് ശിലാസ്ഥാപനം നടത്താൻ തീരുമാനിച്ചതെങ്കിലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ശിലാസ്ഥാപനം നടക്കാതെ പോയി. ഫലകത്തിലെ പേരെഴുതി. അതെ, അവരൊന്നും തന്നെ ഈ സ്ഥലത്തെത്തുകയോ ഇങ്ങനെ ഒരു ശിലാസ്ഥാപനം നടക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അന്ന് തന്നെ തർക്കത്തിൽ മുടങ്ങി ഞാൻ കിടക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ ഡോക്ടർ അംബേദ്കർ പോലുള്ള ഒരു മഹാന്റെ ഒരു പ്രതിമ ഇങ്ങനെ ഇരിക്കുന്നത് അനാദരവ് തന്നെയാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. ഇക്കാര്യത്തിൽ പിന്നീടൊരു ചർച്ചയും മറ്റുമൊന്നും വന്നിട്ടില്ല. ആരും ഒരു മുൻകൈ എടുക്കാനും തയ്യാറായിട്ടില്ല. ഇത് എൻ്റെ കൂടെ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ വന്നാ ഇല്ലല്ലോ? നേരത്തെ ഉണ്ടായിരുന്നു. അവർ തന്നെ സ്ഥാപിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. അതെ, അവരുടെ ഒരു മുൻകൈ എടുത്ത് എൻ്റെയും കൂടി സഹായത്തിൽ എൻ്റെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കും, എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. വേണ്ടുന്ന വിധത്തിൽ ഇത് പുനഃസ്ഥാപിച്ചെടുക്കാനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കാം. ഞാൻ അവരുടെ തന്നെ ഒരു മീറ്റിംഗ് വിളിക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. അംബേദ്കർ ജയന്തിയാണ്, നാളെ ഇപ്പോൾ നടക്കില്ല. നമ്മൾ അടുത്ത അംബേദ്കർ ജയന്തിക്ക് മുമ്പെങ്കിലും ഇത് പുനഃസ്ഥാപിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരു കൂട്ടായ ആലോചന. ഇത് ഗവൺമെന്റ് ഫണ്ടും മറ്റൊന്നുമല്ല, നാട്ടുകാരുടെ തന്നെ പിരിവെടുത്ത് ആണ് ഇത് സ്ഥാപിക്കാൻ. അതായത് അന്നത്തെ കമ്മിറ്റിക്കാരൊന്നും ഇന്നില്ല എന്ന് പറയുന്നുണ്ട് പലരും. ഏതായാലും ഇവിടുത്തെ ഇതിൻ്റെ നാട്ടുകാരെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് കൂട്ടായ പരിശ്രമത്തിലൂടെ ഇത് പുനഃസ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് വേണ്ടത്. അതിന് എല്ലാവിധ നേതൃത്വവും കൊടുക്കാൻ MLA നിലയിൽ ഞാൻ തയ്യാറാവും. MLA അല്ല, ഇപ്പോൾ നിലവിൽ MLA ആണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ തയ്യാറാവും. ഈ പഞ്ചായത്തിലെ ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്ക് വന്നിട്ട് അറിയാമോ? പഞ്ചായത്തിൽ ഞാൻ 5 വർഷവും ഞാൻ മെമ്പറായിരുന്നു. ഇപ്പോഴാണ് പ്രസിഡന്റ് ആയത്. പക്ഷേ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇതുവരെ. ഇപ്പോൾ ഇന്നിങ്ങനെ ഒരു വാർത്ത വന്നപ്പോഴാണ് കൂടുതൽ വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി അത് നേടിയെടുക്കാൻ വേണ്ടി എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് എല്ലാ തരത്തിലും പഞ്ചായത്ത് ഭരണസമിതി ഒന്നിച്ച് നിൽക്കും. അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ അന്വേഷിച്ചാലേ അറിയാൻ പറ്റൂ. ഏതായാലും പാങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റും DK മുരളിയാണ് നമ്മൾ സംസാരിച്ചത്. ഏതായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് എല്ലാവരും ഒരുമിച്ച് പറയുന്നു. അടുത്ത ജയന്തിക്ക് മുമ്പെങ്കിലും, അംബേദ്കർ ജന്മദിനത്തിന് മുമ്പെങ്കിലും ഈ ഒരു പ്രതിമ പുനഃസ്ഥാപിക്കാൻ, അത് അംബേദ്കറുടെ രൂപസാദൃശ്യമുള്ള പ്രതിമയെ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുമെന്നാണ് ഇവിടെ നേതാക്കളുടെ ഉറപ്പ്. ഏതായാലും ആ ഉറപ്പ് തൽക്കാലം വിശ്വസിക്കാം. ഇപ്പോൾ അദ്ദേഹം ഇവിടെ വാർത്ത ഇവിടെ എത്തിയെന്ന് തന്നെ ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. നേരത്തെ തന്നെ എല്ലാവരുടെ ഇടപെടൽ ഉണ്ടാകേണ്ട വിഷയമാണ്. പക്ഷേ ഇപ്പോൾ ഇത്രയധികം നാണക്കേടുണ്ടാക്കുന്ന, കേരളത്തിൽ അപമാനകരമാണ് അംബേദ്കറെ പോലെ ഒരു ദേശീയ നേതാവിന് ഇത്തരത്തിലൊരു അപമാനം കേരളം പോലുള്ള ഒരു സ്ഥലത്തുണ്ടാകുമ്പോൾ അത് അക്ഷരാത് നാണക്കേടാണ്. അതിനൊരു പരിഹാരം, പ്രായശ്ചിത്തം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സഹിത്ത് എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ അവിടെ MLAയും ജനപ്രതിനിധികളും ഒക്കെ ഇടപെട്ട് വിഷയം പരിഹരിക്കട്ടെ. എന്തായാലും വേഗത്തിൽ ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാവട്ടെ. ഡോക്ടർ BR അംബേദ്കറിനെ, അദ്ദേഹത്തിൻ്റെ പ്രതിമയ്ക്ക് നേരിട്ട അവഗണന അദ്ദേഹത്തോടുള്ള തന്നെ അവഹേളനമായി മാറിയിരുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.